ഗർഭകാലത്ത് ചെയ്യുന്ന ചില സ്ക്രീനിങ് ടെസ്റ്റുകളെക്കുറിച്ചും അതിനുശേഷം ചെയ്യുന്ന ചില ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളെക്കുറിച്ചുമാണ് ഈ വീഡിയോ. ഗർഭിണിയായി 3-ാം മാസത്തിൽ, അതായത് 11 ആഴ്ച 6 ദിവസം മുതൽ 13 ആഴ്ച 6 ദിവസം വരെ ചെയ്യുന്ന ഒരു സ്കാനാണ് NT-NB സ്കാൻ. NT എന്ന് പറയുന്നത് കഴുത്തിലെ തൊലിയുടെ ഏകദേശം തിക്നെസ് ആണ് നമ്മൾ നോക്കുന്നത്. അതായത് കുഞ്ഞിൻ്റെ കഴുത്തിലെ തൊലിയുടെ താഴെ നേരിയൊരു ദ്രാവകത്തിൻ്റെ പാളി ഉണ്ടാവും. അതിൻ്റെ അളവ് അത് വളരെ തിന്നാണ്. 3 മില്ലിമീറ്റേഴ്സ് വരെയാണ് സാധാരണയായി കട്ട് ഓഫ് പറയുന്നത്. ആ അളവാണ് നമ്മൾ നോക്കുന്നത്. അത് ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് കുട്ടിയെ ഒബ്സർവ് ചെയ്ത് കുട്ടിയെ ഒരു പ്രത്യേക പൊസിഷനിലായ ശേഷമാണ് ചെയ്യുന്നത്. കുറച്ച് സമയം എടുക്കും അത് ചെയ്യാനായിട്ട്. അപ്പോൾ NT സ്കാൻ ചെയ്ത് അതിനോടൊപ്പം നോക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് നേസൽ ബോൺ, അത് ഓസിഫൈഡ് ആണോ എന്ന് നോക്കാറുണ്ട്. ചിലപ്പോൾ ഡിലേയ്ഡ് നേസൽ ബോൺ ഓസിഫിക്കേഷൻ കാണാറുണ്ട്. ഈ 2 പരിശോധനകളും സ്ക്രീനിങ് ആണ്. കുട്ടിക്ക് ജനിതക വൈകല്യങ്ങൾക്ക്, ചിലതരം ജനിതക വൈകല്യങ്ങളുള്ളവർക്ക് ഇതിൽ വേരിയേഷൻസ് കാണാറുണ്ട്. എന്നാൽ ചില ഹാർട്ട് ഡിസീസസ് വരുമ്പോഴും കുട്ടിക്ക് സിസ്റ്റിക് ഹൈഗ്രോമ പോലത്തെ സാധനങ്ങളിലും ഒക്കെ കുട്ടിയുടെ ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി കൂടുതലായിട്ട് കാണാറുണ്ട്. ഈ ടെസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ സാധാരണയായി ഒരു സിറം സ്ക്രീനിങ്, മെറ്റേണൽ സിറം സ്ക്രീനിങ് അഡ്വൈസ് ചെയ്യാറുണ്ട്. മെറ്റേണൽ സിറം സ്ക്രീനിങ്ങിൽ നമ്മൾ സാധാരണയായി നോക്കുന്നത് ഫ്രീ ബീറ്റ HCGയും പാപ്പ എന്ന് പറയുന്ന ഒരു ഘടകവുമാണ്. ഈ 2 ഘടകങ്ങൾ, സ്ത്രീയുടെ പ്രായം കൂടാതെ NT സ്കാനിൽ കിട്ടുന്ന അളവ്, ഇതെല്ലാം കമ്പ്യൂട്ടറിൽ പ്രത്യേക സോഫ്റ്റ്വെയറിൽ ഫീഡ് ചെയ്തിട്ട് നമ്മളൊരു വാല്യൂ കണക്കാക്കും. അതിനുശേഷം നമ്മൾ റിസ്ക് അസസ്മെൻ്റ് ആണ് ചെയ്യുന്നത്. ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ റിസ്ക് കൂടുതലുണ്ടോ കുറവുണ്ടോ എന്ന് കണ്ടുപിടിക്കുകയാണ് സാധാരണയായി ചെയ്യുന്നത്. 1 in 1000 കുറവാണെങ്കിൽ അതിന് ലോ റിസ്ക്കും 1 in 250 താഴെയാണെങ്കിൽ അതിന് ഹൈ റിസ്ക്കും എന്നാണ് പറയുന്നത്. ഇതിനിടയിലുള്ളത് ഇന്റർമീഡിയറ്റ് റിസ്ക് ആണ്. ലോ റിസ്ക് ഉള്ള പേഷ്യൻസിന് വീണ്ടുമുള്ള പരിശോധനകൾ ആവശ്യമില്ല. എല്ലാ ജനിതക വൈകല്യങ്ങളും ഇതുകൊണ്ട് റൂൾ ഔട്ട് ചെയ്തു എന്ന് അർത്ഥമാക്കുന്നില്ല. പ്രധാനമായും നമ്മൾ നോക്കുന്നത് ഡൗൺ സിൻഡ്രോം അഥവാ ട്രൈസോമി 21, ട്രൈസോമി 13, ട്രൈസോമി 18, ഡൗൺ സിൻഡ്രോം, എഡ്വേർഡ്സ് പറ്റാവൂസ് എന്ന് പറയുന്ന ഈ 3 ജനിതക വൈകല്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ പരിശോധനയിൽ നോക്കുന്നത്. എല്ലാ ജനിതക വൈകല്യങ്ങളും ഇതുകൊണ്ട് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പ്രത്യേകമായി പറയുകയാണ്. അപ്പോൾ ഇത് കഴിയുമ്പോൾ നമ്മൾ കിട്ടുന്ന റിസ്ക് അസസ്മെന്റ് വെച്ച് ഹൈ റിസ്ക് ആണെങ്കിൽ അടുത്ത പരിശോധന എന്താണ് എന്ന് നമുക്ക് നോക്കാം. അമ്മയുടെ രക്തത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന സെൽ ഫ്രീ DNAയിൽ നിന്ന്, സെൽ ഫ്രീ ആയിട്ടുള്ള ഫീറ്റൽ DNAയിൽ നിന്ന് നോക്കിയിട്ട് നമുക്ക് ഈ ജനിതക വൈകല്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ 2 സ്ക്രീനിങ് ടെസ്റ്റാണ് പറഞ്ഞത്, NIPTയും സിറം മാർക്കേഴ്സും. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഹൈ റിസ്ക് കാണുകയാണെങ്കിൽ നമ്മൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പിന്നെ ചെയ്യുന്ന ടെസ്റ്റുകളെല്ലാം ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളാണ്. അതായത് തീർച്ചയായിട്ടും ഈ വൈകല്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ടെസ്റ്റുകളാണ്. അത് ഇൻവേസീവുമാണ്. ആദ്യമായി ചെയ്യുന്നത് കോറിയോൺ വില്ലസ് ബയോപ്സി എന്ന് പറയുന്ന പരിശോധനയാണ്. കുഞ്ഞിൻ്റെ പ്ലസൻ്റ ഉണ്ടാകുന്ന ആ സ്ഥലത്തു നിന്നുള്ള കോശങ്ങളെ കുത്തിയെടുത്ത്, അമ്മയുടെ വയറ്റിൽ നിന്ന് കുത്തിയെടുത്ത് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. ഒരു 16 ആഴ്ചയോളം ആകുമ്പോൾ അതോ അതിന് ശേഷമോ ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആംനിയോട്ടിക് ഫ്ലൂയിഡ്, കുഞ്ഞിന് ചുറ്റുമുള്ള അമ്മയുടെ ഗർഭപാത്രത്തിലെ ദ്രാവകം കുത്തിയെടുത്ത് പരിശോധിക്കാം. ഇത് 2 ഇൻവേസീവ് പരിശോധന ആയതുകൊണ്ട് തന്നെ സ്ക്രീനിങ് ടെസ്റ്റിൽ കൂടുതലായിട്ട് പ്രശ്നമുണ്ട് എന്ന് കാണുന്നവർക്കാണ് സാധാരണയായി ചെയ്യുന്നത്. ഇതിൽ അബോർഷന് റിസ്ക് 0.5 to 1% ആണ്. അതായത് 100 ആൾക്ക് ചെയ്താൽ ഒരാൾക്ക് അബോർഷനുള്ള റിസ്ക് കൂടുതലായിട്ടാണ് കാണുന്നത്. ഈ പരിശോധനകൾ ഡെഫിനിറ്റ് ടെസ്റ്റ് ആണ്. ട്രൈസോമി 13, 18, 21 ഇതിൽ 3-ൽ ഏതെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഇതുകൊണ്ട് തീരുമാനിക്കാൻ കഴിയും. ട്രൈസോമി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ക്രോമസോമിൻ്റെ 2 സെറ്റാണ് എല്ലാവർക്കും ഉള്ളത്. ഈ വൈകല്യമുള്ള കുട്ടികൾക്ക് 3 സെറ്റ് ഉണ്ടാവും. അതാണ് വരുന്നത്. ഈ പ്രത്യേക നമ്പറിലുള്ള ക്രോമസോമാണ് 3 സെറ്റ് ഉണ്ടാവുക. ഇതുകൂടാതെ നമുക്ക് NIPT, നോൺ ഇൻവേസീവ് പ്രീനേറ്റൽ ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റും ഉണ്ട്. നോൺ ഇൻവേസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ, ഇൻവേസീവ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഉള്ളിലോട്ട് ആംനിയോസിന്തസിസ് പോലെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഗർഭിണിയുടെ വയറിൽ നിന്ന് ദ്രാവകം കുത്തിയെടുത്തല്ലേ പരിശോധിക്കുന്നത്. NIPT എന്ന് പറയുന്നത് മെറ്റേണൽ സിറം സ്ക്രീനിങ്ങിന് ബ്ലഡ് എടുക്കുന്നത് പോലെ തന്നെ അമ്മയുടെ ബ്ലഡ് എടുത്തിട്ട് അതിൽ സെൽ ഫ്രീ DNA ഉണ്ടാവും. സെൽ ഫ്രീ DNA എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ കോശങ്ങൾ അമ്മയുടെ ബ്ലഡിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ്. അത് 10 ആഴ്ചയ്ക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള ടെസ്റ്റാണ്. പിന്നെ എല്ലായ്പ്പോഴും ഈ കോശങ്ങളെ വേർതിരിച്ചെടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ചില പ്രത്യേക കണ്ടീഷനിൽ, അതായത് അമ്മയ്ക്ക് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേജ്, അമ്മയ്ക്ക് റീസെൻ്റായി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കുക,
ട്രിപ്ലെറ്റ്സ് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള പ്രഗ്നൻസി, ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുകയില്ല. കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് സ്വീകരിക്കാറുമില്ല. ചില പേഷ്യൻസ് ചോദിക്കാറുണ്ട്, മൂന്നാമത്തെ മാസത്തിൽ സ്കാൻ ചെയ്തപ്പോൾ നമ്മൾക്ക് സിറം മാർക്കേഴ്സ് ചെയ്യാൻ സമ്മതം തോന്നിയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പ്രത്യേകിച്ചും ചില സോഫ്റ്റ് മാർക്കേഴ്സ്, അതായത് എക്കോജനിക് ഫോക്കസ് ഇൻ ദ ഹാർട്ട്, അതായത് ഹാർട്ടിൽ ചെറിയൊരു തടിപ്പ് പോലെ കാണുക, പിന്നെ കൂടാതെ സാൻഡൽ സൈൻ, അങ്ങനെ പറഞ്ഞ ചില സോഫ്റ്റ് മാർക്കേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ളത് പ്രത്യേകിച്ച് കാണുകയാണെങ്കിൽ അവർ നിർബന്ധമായി ടെസ്റ്റ് ചെയ്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 16ാമത്തെ ആഴ്ചയിൽ നമുക്ക് ക്വാഡ്രപ്പിൾ മാർക്കർ ചെയ്യാം. അതിൽ ബീറ്റ HCG കൂടാതെ നമ്മൾ ചെയ്യുന്നത് ആൽഫ ഫീറ്റോ പ്രോട്ടീൻ, അൺകോൺജുഗേറ്റഡ് ഈസ്റ്ററയോൾ, പിന്നെ ഇൻഹിബിൻ, ഈ 4 സാധനങ്ങളാണ് അതിൽ നമ്മൾ നോക്കുന്നത്. മെറ്റേണൽ ബ്ലഡിലാണ് നോക്കുന്നത്. അമ്മയ്ക്ക് ഒബീസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രഗ്നൻസി ഉണ്ട്, ഡയബറ്റിസ് ഉണ്ട്, അങ്ങനത്തെ കണ്ടീഷൻസിൽ ഈ മാർക്കേഴ്സിൻ്റെ വാല്യൂ കറക്റ്റ് ആയിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യത്തെ ട്രൈംസ്റ്ററിൽ നമ്മൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാവുന്ന ഒരു ടെസ്റ്റ്. അപ്പോൾ നമ്മൾ സാധാരണയായി ചെയ്യുന്ന ടെസ്റ്റുകൾ NT സ്കാൻ, മെറ്റേണൽ സിറം മാർക്കേഴ്സ്, ഒന്നുകിൽ ഡബിൾ മാർക്കർ അല്ലെങ്കിൽ ക്വാഡ്രപ്പിൾ മാർക്കർ, NIPT. ഈ പരിശോധനകളിൽ എന്തെങ്കിലും സ്ക്രീനിങ് ടെസ്റ്റിൽ എന്തെങ്കിലും കുഴപ്പം കാണുകയാണെങ്കിൽ ഇൻവേസീവ് ടെസ്റ്റ് ആയിട്ടുള്ള ആംനിയോസിന്തസിസ്, കോറിയോൺ വില്ലസ് ബയോപ്സി. ഇത്രയുമാണ് ജനിതക വൈകല്യങ്ങൾ നോക്കാനായി സാധാരണയായി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകൾ. ഈ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മറുപടി തരുന്നതായിരിക്കും.